ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതാക്കണത് നമ്മൾ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എന്താ ചോദിച്ചാൽ ഞാനൊരു പടുകൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മളെ വീഡിയോയിലൊക്കെ കുറേ മുന്നേ കൂട്ടാൻ വെച്ചത് കണ്ടതല്ലേ, പിന്നെ ഇങ്ങോട്ട് കൂട്ടാനൊന്നും വെക്കണത് വല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെയാണല്ലേ പടുകൂട്ടാനോടൊക്കെ എല്ലാവർക്കും ഒരു രസം. ഇപ്പോൾ ഇറച്ചി മീനായതുകൊണ്ട് ഈ കൂട്ടാനോടൊന്നും വലിയ താല്പര്യം വല്ലാണ്ട് ആർക്കും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടാനും വെള്ളരി, കുമ്പളങ്ങ, മത്തന് പറഞ്ഞ പച്ചക്കറീൻ്റെ ഒരു കൂമ്പാരമുള്ളൊരു വീഡിയോ, ഇറച്ചി മീനും വല്ലാണ്ട് കുറവല്ല നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് കൂട്ടാൻ വെക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ കറൂത്ത നമ്മളെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ പറഞ്ഞാൽ കറൂത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു 7-8 മരം തന്നെ നമ്മളെ തൊടിയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഇല്ല. ഇപ്പം എന്ത് കാട്ടീന് ഞാൻ കറൂത്തല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ നടന്നു, റോട്ടിക്ക് നടന്നു, കറൂത്ത തിരഞ്ഞ് നടന്നതേന്നു കേട്ടോ. ഒരു വീട്ടിലേക്ക് പോയി അങ്ങനെ നമുക്ക് കറൂത്ത കിട്ടി. 4 കറൂത്ത ചാഴ്ചുണ്ടെന്നേന്നു കേട്ടോ. അതിന് ഒന്ന് എടുത്തിട്ടുണ്ട്, വലുത് നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു അവിടെ പച്ചക്കായ ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചി കൊണ്ടുവന്ന് വെച്ചതാണ്. വിഷ്ണു ആ പച്ചക്കായൻ്റെ കവർ ഇങ്ങോട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതും ഓൻ എടുത്ത് തന്നിട്ടുണ്ട്. ഏറെക്കുറെ ഒന്നും എടുക്കണില്ല, ആകെ 2 എണ്ണം എടുക്കണുള്ളൂ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കുന്ന സമയം എത്ര എനിക്കറിയോ, 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് കൂട്ടാൻ ഉണ്ടാക്കിയാൽ ബാക്കിയാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ ചായ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടാൻ 4 മണിക്കൊക്കെ ആണെങ്കിൽ ഒരു രസത്തിൽ അത് തിന്നും ചെയ്യുക, കുടിക്കും ചെയ്യല. ചായ കുടിക്കും ചെയ്യുക, കൂട്ടാൻ തിന്നും ചെയ്യുക. പക്ഷെ ഇത് 4 മണിമൊന്ന് വിട്ട് ബാക്കിയാകുമല്ലോ എന്നുള്ളൊരു സംശയമാണ്. എന്തായാലും വേണ്ടില്ല, കൂട്ടാൻ വെച്ചിട്ട് കുറേ ദിവസമായില്ലേ, എന്നാൽ പിന്നെ ബാക്കിയാവില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാനിത് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കറുത്ത ഓമക്കായ, പപ്പക്കായ ഒക്കെ പറയൂ കേട്ടോ, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. കറുത്ത നന്നാക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു തുണിക്കാഷ്ണം എടുത്ത് കയ്യിൽ പിടിക്കട്ടെ. അത് വേറെ ഒന്നിനല്ല, നമ്മളെ കയ്യിന് അതിൻ്റെ കറ പറ്റൂല. അത് കഴുകി നന്നാക്കുകയാണെങ്കിൽ അതിൻ്റെ കറ പറ്റൂല. കാരണം അതിൻ്റെ കറ കയ്യുമ്മലായ കൈ വേഗം വിള്ളൽ വരും, ചോരം വരും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു തുണിക്കാഷ്ണം എടുത്താണ്ടാണ് കറുത്ത നന്നാക്കുന്ന പരിപാടി എടുക്കുക. പിന്നെ ഇത് നന്നാക്കി എടുക്കണ ചട്ടി നോക്കി നിങ്ങൾ, സിമെൻറ്റിൻ ചട്ടി. അത് സിമെൻറ്റിനൊന്നും എടുക്കലില്ല കേട്ടോ, ഇതങ്ങനെ വാങ്ങി വെച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ ചെത്തി കളയാമെന്ന് കരുതി പാത്രം അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്തൊക്കെ എടുക്കുന്നുണ്ട് വെച്ചാൽ ഒരു ചെറിയ ചേന കഷ്ണമുണ്ട്, കപ്പ ഉണ്ടല്ലോ, പൂളെടുത്തിട്ടുണ്ട്, കറുത്ത എടുത്തിട്ടുണ്ട്, 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പും തണ്ട് കിട്ടാണ്ട്, ചേമ്പും തണ്ട് ഇതൊക്കെ നന്നാക്കി കഴിയട്ടെ. കഴുകി കൊണ്ടുവന്നാണ്ടാട്ടോ ഞാൻ നന്നാക്കി എടുക്കുന്നത്. പിന്നെ നന്നാക്കുന്നത് ആ പാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞു കൊടുക്കട്ടെ. പിന്നെ കറുത്ത വല്ലാണ്ട് മൂത്തിട്ടൊന്നുമില്ല, കണ്ടിട്ട് വേഗം വേവണ കറുത്ത. അത് നന്നാക്കിയപ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് ചെത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ എളുപ്പം വേഗണതാണ് തോന്നുക. അപ്പം മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കട്ടെ. അപ്പം മക്കളുണ്ട്, സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമല്ല, അപ്പോൾ കളിക്കുകയാണ്, നമ്മളെ മുറ്റത്ത് കളിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ ഓലതായാലും വണ്ടി പാഞ്ഞ് നടക്കണം. ഓല് ക്യാമറ ഓണാക്കിയതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ക്യാമറൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പായണത്. അതിൻ്റെ ഇടയിൽ ചിന്നും പോയെന്നുള്ളൊരു പോക്ക്. പക്ഷെ ഓള് ഫോൺ അവിടെ വെച്ചതൊന്നും ഓളും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ കൂട്ടാൻ വെക്കാൻ നോക്കട്ടെ. ഇതൊക്കെ ഉണ്ട്, കഷ്ണങ്ങളാക്കിയെടുക്കാൻ നോക്കട്ടെ. ഞാനിത് നന്നാക്കുന്ന സമയത്ത് വർത്താനം പറയണം എന്നൊക്കെ കരുതിയിരുന്നു, ഫോണൊക്കെ നോക്കിയാണ്ട് കേട്ടോ. അപ്പോൾ എന്താട്ടണ്, മേലെ നിന്നുണ്ട് പാട്ട് കേൾക്കണം. അവിടെ കുട്ടികൾ പാട്ട് വെച്ചിട്ടുണ്ട് ഫോണിൽ. പിന്നെ പാട്ട് നമ്മളെ വീഡിയോയിൽ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് വോയിസ് കൊടുക്കാമെന്നും കരുതിയിട്ടോ. ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ നേരിട്ട് തന്നെ ഇങ്ങനെ വർത്താനം പറയുകയാണെങ്കിൽ പിന്നെ വല്ലാണ്ട് സമയം പോവില്ല. പിന്നെ അതിനിങ്ങോട്ട് വർത്താനം കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് സമയം പോകും. ഏതായാലും ഞാനിത് നന്നാക്കിയിട്ട് ചേമ്പും തണ്ടിന് പോയിട്ടോ. ചേമ്പും തണ്ട് എവിടെ നിന്നപ്പോൾ എടുക്കരുത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മളെ വറകട്ടീൻ്റെ ബാക്കിൽ നല്ലൊരു ചേമ്പും തണ്ട് ഇങ്ങനെ കണ്ടത്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് മുറിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നല്ലൊരു ചേമ്പും തണ്ട് ഇതാക്കണം, ഞാൻ മുറിച്ചിട്ടുണ്ട്. ഒന്ന് തന്നെ മതി. ഏതായാലും രാത്രിക്കല്ല ഉണ്ടാക്കണത്. ഇനി ചോർക്ക്
കൂട്ടാനായിട്ട് ഇത് മതി, ഇതൊക്കെ ഒരു നല്ല ചമ്മന്തി ഉണ്ടാക്കാം. വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടാൻ വെക്കുന്നുണ്ട് വിഷ്ണു പറഞ്ഞു. അപ്പം തന്നെ ഓൻ പറഞ്ഞതിനോട് ഇന്ന് നല്ലൊരു ചമ്മന്തി അരച്ചിരിട്ടമ്മ എന്നിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചമ്മന്തി അരക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എന്താ ഫോണൊക്കെ ഉഷാറാക്കി ക്യാമറ കണ്ട് ഓണാക്കിയാണ്ട് ഞാൻ ഇതിൻ്റെ തോലും കണ്ട് ചെത്തി കളയട്ടെട്ടാ. ഇവിടെ നിന്ന് തന്നെ തോലിങ്ങനെ ചെത്തിയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇവിടെ നിന്ന് ചെത്തിയിട്ട് കാര്യമില്ല, ഞാൻ അവിടെ തന്നെ പോയി ഇരിക്കട്ടെ എന്ന്. ഞാൻ ആ കഷ്ണങ്ങളാക്കി അവിടെ ഇങ്ങനെ വെച്ചേക്കല്ലേ, അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ഇരിക്കട്ടെ എഴുതി പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നു കേട്ടോ. കുറേ ദിവസമായി ചെയ്യുമ്പോൾ രണ്ടും കറുത്തൊക്കെ ഇട്ട് കൂട്ടാൻ വെച്ചിട്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ കൂട്ടുകാർക്ക് തന്നെ അറിയാം, കാണുന്ന കൂട്ടുകാർക്ക് തന്നെ അറിയാം, ഒരു കറുത്തൻ്റെ ഉപ്പേരി, കറുത്ത കറി, കറുത്തല്ലാത്തൊരു വീഡിയോ നമ്മൾ വല്ലാണ്ട് എടുക്കൂലെന്ന് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ വീട്ടിൽ പിന്നെ സ്ഥിരമായിട്ട് ഇറച്ചി മീനായിട്ട് അങ്ങനാണ്ട് ഉണ്ടാവില്ല കേട്ടോ. ഉള്ളതുകൊണ്ട് ഓണം പോലെ പറഞ്ഞാണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ തൊടിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെ ആവും അന്നത്തെ കറി ഉപ്പേരിയൊക്കെ. അതുകൊണ്ട് അതിന്മേൽ ഇങ്ങോട്ട് കഴിഞ്ഞു വിടും. അങ്ങനെ ഇന്നത്തെ ദിവസം കൂട്ടാൻമേലാണ് കഴിഞ്ഞു വിടാൻ നോക്കണത്. ഏതായാലും ഞാൻ ഉണ്ടാക്കട്ടെ മക്കളെ. പിന്നെ എനിക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ കൂട്ടാനൊക്കെ. ഞാൻ വെക്കണതല്ല കേട്ടോ വലിയ ഇഷ്ടം, എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. എൻ്റെ അമ്മ കൂട്ടാൻ ഉണ്ടാക്കിയാൽ മക്കളെ അത് വല്ലാത്ത ജാതി രസം. അതെല്ലാവർക്കും എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആവും. അവനവൻ്റെ അമ്മമാരുണ്ടാക്കണത് തന്നെ ആവില്ല ഇഷ്ടം. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നതാട്ടോ ഇഷ്ടം. അങ്ങനെ ഇതാക്കണ ചേമ്പും തണ്ടും കറുത്തയും ചേനയും പച്ചക്കായൊക്കെ എടുത്താണ്ട് ഇങ്ങോട്ട് നന്നായിട്ടാണ്ട് കഴുകിയാണ്. പൂളയുണ്ട് കേട്ടോ, കപ്പയുണ്ട് കേട്ടോ, ഒക്കെ പാടെ കൂട്ടി നല്ലോണം കഴുകിക്കാണ്ട് ഇനി നമ്മൾ അടപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു ചെമ്പട്ടി ഉണ്ട്, ചെമ്പട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാനിതൊക്കെ നാളികേരം ചിരവി ഇടണമൊന്നുമില്ല കേട്ടോ, നാളികേരം അരച്ച് ഇടണമൊന്നുമില്ല. ചിലവരാണ് കൂട്ടാൻ വെക്കുമ്പോൾ പച്ച നാളികേരമൊക്കെ ഇടണം, അതിക്ക് 2 ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് അതങ്ങോട്ട് ചിലവർ ചതച്ചെടുക്കും, ചിലവർ നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കും, എന്നിട്ട് അങ്ങോട്ട് അയക്കിടും. അങ്ങനെ ഞാൻ ഇടണില്ല കേട്ടോ, ഞാനിത് മാത്രം വെച്ചാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടാണ്ട് അത് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെയും കൂട്ടാനൊരു രസമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആദ്യം വിറക് കുറച്ചെടുത്തേക്കാം, അടപ്പത്താണ് ഉണ്ടാക്കണത്. ഇപ്പോഴേക്ക് മാത്രമല്ല വൈകുന്നേരത്തിനുള്ള വിറകൊക്കെ എടുത്തേക്കണം, വിറക് എടുത്ത് വെച്ചിട്ട് തന്നെയല്ല. പിന്നെ മുറ്റടിക്കാണ്ട് തുടക്കൽ, അതിൻ്റെ ഇടയിൽ കൂടെ തുടക്കലും കഴിക്കാണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ വൈകുന്നേരത്തെ ഓരോ പണികളുണ്ട് മക്കളെ തീർക്കാൻ. പിന്നെ പൂള കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചേച്ചി കൊണ്ടുവന്ന കേട്ടോ. അത് ഇവിടെയൊക്കെ പൂള പറിക്കും കേട്ടോ, പൂള പറിച്ചാണ്ട് അതിൻ്റെ സിസറ് തോന്നുന്നു പറയുക അങ്ങനെ എന്തോ. പിന്നെ പൊറുക്കാൻ പോകും പൂള പാടത്ത് പൂള പറിക്കുമ്പോൾ പറിച്ച് ഓൽക്ക് ആവശ്യമുള്ള പൂള കൊണ്ടുപോകും കേട്ടോ പാടത്തു നിന്ന് എടുത്താണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, പറ്റ ചെറുതൊന്നും ഓല അങ്ങനെ കൊണ്ടുപോകില്ലല്ലോ. പിന്നെ വെട്ടി നുറുക്കിയതൊക്കെ ഉണ്ടാകും ആ പാടത്തിട്ടുണ്ട്. അപ്പോൾ ആ പൂള പറിക്കുന്ന സമയത്ത് തന്നെ ഓൽക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോയാണ്ട് അതിക്ക് പൂള സിസറോ കിസറോ അങ്ങനെ എന്തോ പറയും, എന്നിട്ട് അത് പെറുക്കാൻ വേണ്ടി പോകും കേട്ടോ. അത് ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ അതിന് ചാക്കും കൊണ്ട് പോയി പെറുക്കി കൊണ്ടുവരും. ഇവിടെ ഒരുവിധമൊക്കെ ആൾക്കാർ പോകലുണ്ട് കേട്ടോ. ഞാനും ഒരു തവണ പോയതാണ്. അങ്ങനെ ഒരു അരച്ചാക്ക് 1 ചാക്ക് ഒക്കെ പൂള കിട്ടും കേട്ടോ. എന്നിട്ട് ആ പൂളയാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കൂട്ടാൻ വെക്കൽ. അതിൽ നല്ലതൊക്കെ ഉണ്ടാവും, പിന്നെ വെട്ടി മുറിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ലത് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ തന്നെ. അങ്ങനെ ഇവിടെ കിട്ടലുണ്ട്, കൊണ്ടലുണ്ട്. എൻ്റെ അവിടെ ഇടവണ്ണ ആര്യന്തൊടികൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ. ഇവിടെ വന്നാൽ ഞാൻ അങ്ങനെയൊക്കെ കേട്ടതും കണ്ടതൊക്കെ, അതുകൊണ്ട് നമുക്കതും ശീലമായി. പിന്നെ ഞാൻ കൂട്ടാനുള്ളത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ വെച്ചാണ്ട് നല്ല കൊള്ളി വറകൊക്കെ ഇട്ടാണ്ട് ഞാൻ പിന്നെ വന്നത് തുണികളെടുക്കാൻ വേണ്ടിയിട്ടോ. ഇനി തുണികളെടുത്തോണ്ടട്ടെ കൊണ്ടുപോയി വെക്കട്ടെ. സമയം എന്ന് പറഞ്ഞാൽ 5 മണി, നേരം തന്നെ കണ്ടില്ല, കുറേ അങ്ങോട്ട് അയക്കണം കേട്ടോ. അങ്ങനെ തുണികളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. തുണികളൊന്നും മടക്കി വെച്ചിട്ടില്ല, കൊണ്ടുവന്നാണ്ട് കട്ടിൽമൊക്കെ അങ്ങോട്ട് ഇട്ടേക്കാണ്. ഇനി അത് എപ്പോഴാണ് മടക്കി വെക്കുക അറിയോ, ഞങ്ങൾ കിടക്കാൻ നേരത്തിട്ടോ വിരിയൊക്കെ വിരിക്കുമല്ലോ കിടക്കയിൽ. ആ വിരിയൊക്കെ വിരിക്കണ നേരം കൊണ്ട് ഞാൻ അതൊക്കെ മടക്കി വെച്ചാണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ കിടക്കയിൽ വിരിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ കിടക്കും. അങ്ങനെ കേട്ടോ. അങ്ങനെ അപ്പം ഞാനിങ്ങനെ മുറ്റടിച്ച് വരികപ്പോഴാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞത് ആ തിണ്ടുമ്പോൾ കൂടെ ഒക്കെ അതാക്കണ് മണ്ണ് കാരണം. അപ്പം എന്താ അറിയോ, അവിടെ ഒരു ഒഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇവിടെയൊന്നും പയർ നട്ടേന്നത്, പയർ കുഴിച്ചിട്ടേന്നത്, പയറിൻ്റെ വള്ളിയൊക്കെ ആകെ വാടിയപ്പോൾ അതിമത്തെ വള്ളിയും കയറും ഒക്കെ അങ്ങോട്ട് പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇന്ന് ഞാൻ കൂട്ടി കത്തിച്ചു, തീ എത്തിച്ചു. അങ്ങനെ ഉണങ്ങിയ വള്ളിയൊക്കെ കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ മുറ്റം അങ്ങോട്ട് ഒഴിഞ്ഞു. ഇപ്പോൾ അടിച്ചൊരു വൃത്തിയാക്കിയാൽ നല്ല രസം. പിന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞാണ്ട് കേട്ടോ ഞാൻ പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് തുടച്ചിട്ടില്ലെന്ന്. അപ്പോഴത്തേന് ഇരുട്ടായിട്ടുണ്ട്. ഞാൻ കൂട്ടാൻ നന്നാക്കി നേരം വായിക്കതാണ്.
അങ്ങനെ തുടക്കലും കൂടെ കഴിക്കട്ടെ മക്കളെ. അപ്പോഴത്തേനും മുറ്റത്തൊക്കെ പുറത്തേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സമയം ആ ഒരു 6:15 ആയിട്ടുള്ളൂ തോന്നുന്നു. എന്നാലും സമയം വല്ലാണ്ടായിട്ടില്ലെങ്കിൽ ഇരുട്ടായിട്ട് പോലെ തോന്നിട്ടോ. പിന്നെ ഇതാ ഞാൻ എൻ്റെ പുറം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കൂട്ടാൻ എന്തായി നോക്കണ്ടേ. പിന്നെ കുറച്ച് പാത്രം കഴുകി വെച്ചേന്ന് ഞാൻ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയി കുറച്ച് പാത്രമൊക്കെ കഴുകിയെന്നു. അതൊക്കെ ഇതാക്കണം ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്നുകൊണ്ട് പാത്രം വെക്കണം. ആ സ്റ്റാൻഡ് എടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചെമ്പട്ടിയൊക്കെ തുറന്ന് നോക്കാം. കൂട്ടാൻ വെന്തോ ഇല്ലയൊക്കെ നോക്കണ്ടേ. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, കൂട്ടാൻ നല്ലോണം അങ്ങോട്ട് വേവട്ടെ. പിന്നെ വേവാത്തൊക്കെ ഉണ്ടോ ഇല്ലേ നോക്കുക. ചേന വെന്തിക്കണോ ഇല്ലേ അറിയില്ല, എന്നാലും ഞാൻ കുത്തി ഉടക്കുകയാണ് കേട്ടോ. കൂട്ടാൻ നല്ലോണം വേവണം, എനിക്ക് അതാട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് ഉടച്ചു കൊടുത്തു. അപ്പോൾ കുറഞ്ഞൊരു വേവും കൂടെ ആവാണ്ട്, അതുകൊണ്ട് തീ ഒന്നും കൂടെ ഉഷാറായിട്ടാണ്ട് കത്തട്ടെ എഴുതി വിറകൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവിടെ ഗ്യാസിൻ അടപ്പുണ്ട്, അത് തുടച്ച് വൃത്തിയാക്കട്ടെ. ഞാനതിൽ ചായ ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതാ കൂട്ടാൻ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കിട്ടീന് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനെന്താ കൂട്ടാനിൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതിൽ വെള്ളം അധികം തോന്നുന്നുണ്ട് എന്നൊക്കെ തോന്നും കേട്ടോ, പക്ഷെ ഇതിലധികം വെള്ളമൊന്നുമില്ല, കുറച്ചും കൂടെ വേവാണ്ട്. അങ്ങനെ ഇതാ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നാളികേരം അരക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ നാളികേരം അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ കൂട്ടാൻ വെക്കുമ്പോൾ ഇഷ്ടം നാളികേരം അരച്ചതും ഇഷ്ടമില്ലായ്മല്ല, ഇഷ്ടമാണ്. ഇനി ഇത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ വേവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തേന്നു. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു കടുകൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല, പക്ഷേ ഇതൊക്കെ ഞാൻ കടുക് ഇട്ട് കൊടുത്താണ്. കടുകും ഞാൻ പറഞ്ഞില്ലേ ഉള്ളി വറുത്തെടുക്കാൻ കറിവേപ്പിലുണ്ട് കുറച്ചവിടെ, അതും കൂടെ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൂട്ടാൻ വറുത്തെടുക്കാം. ആയി നമ്മൾ കൂട്ടാൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ചോറിനാൻ നേരത്തെ നമുക്ക് വരാം. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് മക്കളെ രാവിലെയാണ് കേട്ടോ. രാവിലെ അതാ എന്താ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചായക്കടി ഉണ്ടാക്കിയാലോ. അപ്പോൾ എന്താ ചായക്കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ദോശയാണ് കേട്ടോ. ആദ്യം നമുക്ക് പുറത്തേക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുവന്നേക്കാം. കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, അതിനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ബക്കറ്റിൽ വെള്ളമുണ്ട്, അത് കൊണ്ടിട്ടെ. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, പലർക്കും ഇപ്പോഴും അറിയില്ല കേട്ടോ. നീർദോശ ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ അത് കാണിച്ചതാണല്ലോ. പിന്നെ നമ്മളോട് പുതിയ കൂട്ടുകാരായിരിക്കും ചോദിക്കണം, ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ശരിയാവണില്ല, നന്നാവണില്ല എന്നുള്ളൊരു പരാതിയാണ്. ഞാൻ വരേണ്ടി വരും തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കി മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ഇന്നലത്തെ കൂട്ടാൻ്റെ കഥ കേൾക്കണം. കൂട്ടാൻ ഞാൻ വിചാരിച്ചു കേട്ടോ ബാക്കിയാകുമോ പഠിച്ചോനെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ എന്തറിയണ കൂട്ടാൻ കുറേ ദിവസമായില്ലേ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട്. വെറും പൂള മാത്രം കൂട്ടാൻ ഉണ്ടാക്കി രാവിലെ ചായക്കടി കൂട്ടലല്ലേ. പക്ഷേ ഈ കൂട്ടാൻ പറഞ്ഞാൽ ചെമ്പട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഒരു 1/4 ഭാഗം ചെമ്പട്ടിയിലുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ തന്നെ എല്ലാവരും തിന്നും കേട്ടോ. വിഷ്ണു ഒന്നും ഇന്നലെ ചോറേ തിന്നിട്ടില്ല, സൂര്യമ്മോളും ചോറ് തിന്നിട്ടില്ല, ഫുള്ള് കൂട്ടാനാണ്. ഞാൻ അതേപോലെ ഒരു നുള്ളു ചോറ് എടുത്താണ്ട് ഞാനും ഒരുപാട് കൂട്ടാനാണ് കേട്ടോ തിന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കൂട്ടാനാണ് തിന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂട്ടാൻ്റെ രസം എന്ന് പറയാം. പിന്നെ അതാ ഞാൻ രാവിലെ ചായക്കുള്ള വെള്ളം ഗ്യാസൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെണ്ണീര് കോരി എടുക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് നീർദോശ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചത്. ആദ്യം ഞാൻ കഴുകാനുള്ള പാത്രമൊക്കെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വീതന വൃത്തിയാക്കണം കേട്ടോ. അതൊക്കെ കഴിയട്ടെ. പിന്നെ അരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് കേട്ടോ ഞാൻ ചായക്കടി ദോശയൊക്കെ ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ ആ പച്ചരി ഇല്ലെങ്കിൽ ഞാൻ ദോശപ്പൊടി പീടികയിൽ നിന്ന് കൊണ്ടിരിക്കലാണ് കേട്ടോ. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടേന്ന്. അപ്പോൾ അതിക്ക് കറി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആകെ ഒരു 4 തക്കാളി ഉണ്ട്. അല്ലാതെ പച്ചക്കറിയിൽ കുറച്ച് പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ബുധനാഴ്ച അല്ലേ, പച്ചക്കറിക്കാരൻ വരും, പച്ചക്കറി വാങ്ങണം. അതുകൊണ്ട് തക്കാളി അവിടെ നിന്നോട്ടെ, അതിനോട് കറി ഉണ്ടാക്കണില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി ഉണ്ടാക്കണം. രാത്രിയത്ത് കുറച്ച് ചോറും ഉണ്ട് അവിടെ. രാത്രിയത്ത് ചോറുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ കാട്ടലറിയോ, രാവിലേക്ക് ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ചാണ്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതോടും കേട്ടോ. എന്നിട്ട് അങ്ങനെ വറുത്തെടുക്കും. എന്നിട്ട് ആ ചോറ് രാവിലെ തിന്നും. നല്ല രസമാണ്.
ചോറ് വറവിട്ട് തിന്നും. പിന്നെ ചായക്കടി ഉണ്ടാക്കും കേട്ടോ. ചായക്കടി ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. ഇല്ലെങ്കിലും മക്കൾക്കൊരു ഇടങ്ങേറ് ഗതികേടാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ ഓൽക്ക് ചോറ് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിയിട്ട്. ചായക്കടി ഇല്ലാത്ത ദിവസം കുറവാണ്. പിന്നെ അത് ഞാൻ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, അതും കൂടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഈ പച്ചരി അരക്കുമ്പോൾ അതിക്ക് കുറച്ചൊരു നുള്ളോളം ഉഴുന്നിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഉഴുന്നൊന്നും ഇടലില്ല, വെറും പച്ചരി അരച്ചാണ്ട് തന്നെ കേട്ടോ ദോശ ചുടൽ. പച്ചരി ഇതാ ഇന്നലെ വെള്ളത്തിലിട്ട, ഇന്നലെ തന്നെ ഞാൻ നന്നായിട്ട് കഴുകിയാണ്. പിന്നെ രാവിലെ കുറച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് ജാർക്ക് ഇട്ടാണ്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കുക. പിന്നെ അതായത് ഇതൊരു പേസ്റ്റ് പോലെ ഒന്നും ആവരുത് കേട്ടോ. ഈ ഒരു മാവ് അരച്ചെടുത്താണ്ട് കുറച്ച് വെള്ളം നിന്നോട്ടെ, വെള്ളം നീട്ടിക്കാണ്ടാണ് മാവ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ അരച്ചെടുക്കുമ്പോൾ പേസ്റ്റ് പോലെ നിന്നാലും നമ്മൾ വെള്ളം പാകമാക്കല്ലോ ദോശ ചൂടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് നമ്മൾ അതിക്ക് വെള്ളം പാകമാക്കുക. വെള്ളം പാകമാക്കുക പറഞ്ഞാൽ കുറച്ചധികം വെള്ളം തന്നെ നിന്നോട്ടെ കേട്ടോ ദോശ മാവ് കൂട്ടുമ്പോൾ. പിന്നെ ചട്ടി അടപ്പത്ത് വെക്കുക, ചട്ടി നല്ലോണം ചൂടായിട്ട് എണ്ണ പുരട്ടുക, എന്നിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. എനിക്കൊക്കെ അങ്ങനെ തന്നെ, എൻ്റെ കല്യാണം കഴിയാത്തതിൻ്റെ മുന്നൊക്കെ എനിക്ക് അങ്ങനെ തന്നെ. ദോശ ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് ശരിയായി കിട്ടില്ല. എൻ്റെ ഏടത്തിയമ്മമാരൊക്കെ ഇങ്ങനെ ദോശ ചുടുക, അപ്പോൾ എനിക്കും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ദോശ തിന്നാൻ. എന്നിട്ട് ഞാൻ എൻ്റെ ഏടത്തിയമ്മമാരോടൊക്കെ പറയും, ഇന്നൊന്ന് പഠിപ്പിച്ച് തരുമോ ദോശ ചുടൽ എന്നൊക്കെ. അപ്പോൾ ആന്നൊക്കെ പറഞ്ഞ് ഇന്നൊക്കെ പഠിപ്പിക്കും. പക്ഷേ എനിക്ക് എങ്ങനെ ആയാലും പഠിയൂല. അന്ന് ഞങ്ങൾ ഏടത്തിയമ്മൊക്കെ ഓലൊക്കെ തറവാട്ടിലാവും കേട്ടോ. ഞങ്ങളന്ന് ഞാൻ, എൻ്റെ അമ്മ, അച്ഛന് ഷെഡ് വെച്ചാണ്ട് അങ്ങനെ നിന്നത്. എൻ്റെ ചെറുപ്പകാലത്തേ ഞങ്ങൾ ഷെഡിലായിരുന്നു. പിന്നെ പറഞ്ഞാൽ എന്നിട്ട് എൻ്റെ കല്യാണത്തിന് അടുപ്പിച്ചപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ മാറിയത്, വീടൊക്കെ പാസ്സായി അങ്ങനെ മാറി. പിന്നെ താട്ടന് പറഞ്ഞാൽ അമ്മേൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഓൻ വന്നാരേട്ടാ ഞങ്ങൾക്കൊരു വീടൊക്കെ ശരിയായത്. ഓൻ്റെ ഒരു കാരണത്താൽ ഞങ്ങൾക്ക് മണ്ടിപ്പാച്ചിലുകൊണ്ട് ഞങ്ങൾക്കൊരു വീടൊക്കെ കിട്ടി. അങ്ങനെ എന്ത് പറയണു, ദോശൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇടവണ്ണ എത്തിയില്ലേ, ആര്യന്തൊടികയിൽ എത്തിയില്ലേ. എന്ത് പറയണം, അങ്ങനെ ദോശ നമ്മൾ ചുട്ടെടുക്കുക. ആ ചട്ടി നല്ലോണം അങ്ങോട്ട് ചൂടാവട്ടെ കേട്ടോ. പിന്നെ മക്കൾ ഇപ്പോൾ എണീറ്റ് വരും. വിഷ്ണുവിന് ഇന്ന് രാവിലെ പരീക്ഷ, പതിവില്ലാതെ ഉച്ചക്കാട്ട പരീക്ഷ ഉണ്ടായാലും ഇന്നിപ്പോൾ 2 പരീക്ഷ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് വൃശ്ചികം കഴിയാനായി, ഇപ്പോഴാണ് ഇപ്പോൾ തണുപ്പ് വരുന്നത്. അതുകൊണ്ട് ഇതാ കുളിക്കാൻ ചിലപ്പോൾ ചൂടുവെള്ളം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ ദോശ ഇവിടെ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്ന് ചുട്ടെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം അധികം നീട്ടിയാണ്ട് മാവ് ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ചായക്കുള്ള വെള്ളം ചൂടാകാൻ തുടങ്ങി. ഇനി അതിക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ മാവിൻ്റെ അളവ് കണ്ടില്ല നിങ്ങൾ. അരി എടുത്തു, വെള്ളം കുറച്ച് ഏറാക്കിയാണ്ട് വെള്ളം ഒഴിച്ച് പാകാക്കി, പിന്നെ ഉപ്പിട്ടാണ്ട് ദോശ ഇതേപോലെ ചട്ടിക്ക് ഒഴിച്ച് ചുട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയുള്ളൂ മക്കളെ. അറിയാത്തവരും ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടാണ്ട് പഠിച്ചോളി. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ഞാൻ അത്ര വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ കറി ഉണ്ടാക്കണത് പറഞ്ഞാൽ ചട്നിയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ദോശ ചൂടലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ചോറൊക്കെ നിൽക്കുക. സൂര്യമോൾ അംഗൻവാടിക്ക് കൊണ്ടാക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഇനിയുണ്ട്, മുറ്റടിക്കാണ്ട്. എന്തായാലും മക്കളെ ഞാൻ കുറേ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത്രേ ഉള്ളൂ വീഡിയോ വിശേഷങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ചോറ് എന്തായാലും എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ.